Good morning, students. In last class we studied the lesson from the textbook രക്ത ഔർ ഹമാര ശരീരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിന്റെ പേര് രക്ത ഔർ ഹമാര ശരീരം. हमारा शरीर. लेखक का नाम क्या है? यतीश अग्रवाल. लेखक का नाम यतीश अग्रवाल. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഈ ലെസണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എന്നും വായിക്കണം. ഒരു പേജെങ്കിലും ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ദിവസം വായിച്ചിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റീഡിംഗ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. വേർഡ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് രക്ത ഔർ ഹമാര ശരീരം, നമ്മുടെ ശരീരവും ബ്ലഡും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാര്യം പറഞ്ഞു. ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു. ദിവ്യ ആരുടെ പെങ്ങളാണെന്നാണ്, സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്? അനിലിന്റെ, അല്ലേ? അപ്പോൾ അനിലിന്റെ സിസ്റ്ററാണ്. അതും എങ്ങനെയുള്ള സിസ്റ്ററാണ്? യങ്ങർ സിസ്റ്റർ, അല്ലേ? ചോട്ടി ബഹൻ ദിവ്യ. അപ്പോൾ അവള് കുഞ്ഞിലെ മുതൽ എങ്ങനെയുള്ള എന്തായിരുന്നു? ആരോഗ്യസ്ഥിതിയിൽ വളരെ കംസോർ മീൻസ് വീക്ക്, വളരെ വീക്കായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എന്താണ് കുഴപ്പം? ഉസ്കോ थकान महसूस हो रही है. ഭയങ്കര ക്ഷീണമാണ്. थकान മീൻസ് എന്താ? ടയേർഡാണ്. എപ്പോഴും അവൾക്ക് ഭയങ്കര ക്ഷീണം, കിടന്നാൽ മതി, ആഹാരം വേണ്ട, അല്ലേ? അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അനില് ദിവ്യയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ദിവ്യയുടെ കണ്ണിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ദിവ്യക്ക് എന്തോ അനീമിയ ആണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തൊട്ടടുത്ത മുറിയിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. പിറ്റേ ദിവസം അനില് റിസൾട്ട് മേടിക്കുവാനായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വന്നു. മുറിയിൽ കയറി. അപ്പോൾ ഡോക്ടർ കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നു. ഡോക്ടർ അപ്പോൾ ഒരു സ്ലൈഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ചില്ല്, അല്ലേ? ആ പീസ്, ഒരു ചില്ലിൻ്റെ ഒരു പീസ് ഉണ്ട്. ആ പീസാണ്. ആ പീസിലേക്ക് ബ്ലഡിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ ഇട്ടിട്ടാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സ്ലൈഡ് മാറ്റി വെച്ചിട്ട്, മൈക്രോസ്കോപ്പിലൂടെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറ്റി വെച്ചിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ടർക്കിയിൽ സോപ്പ് കൊണ്ട് കൈയൊക്കെ കഴുകി കൊണ്ട് കൈയൊക്കെ തുടച്ചിട്ട് വന്നിട്ട് അനിലിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞു, അനിൽ ദിവ്യാക്കോ അനീമിയ ഹേ. ഇപ്പോഴാണ് പറയുന്നത് എന്താണ്? ദിവ്യക്ക് അനീമിയ ആണ്. ചിന്താക്കി ബാത് നഹി, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കുछ दिन दवा लेगी तो ठीक हो जाएगी. കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ മതി, ശരിയായിക്കോളും എന്ന് അനിലിനോട് ഡോക്ടർ പറഞ്ഞു. അനിൽക്ക് മൻമേ ജിജ്ഞാസ ഹുയി. അനിലിന്റെ മനസ്സില് ജിജ്ഞാസ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ജിജ്ഞാസ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ജിജ്ഞാസ. എന്താണ് ജിജ്ഞാസയുടെ മലയാളം? ആകാംക്ഷ. എങ്ങനെയുള്ള ആകാംക്ഷ? എന്താണ്? അറിയുവാനുള്ള ആഗ്രഹം, അതാണ് ജിജ്ഞാസ, അല്ലേ? അപ്പോ ജിജ്ഞാസ ഹുയി, അവന്റെ മനസ്സിൽ എന്താണ് ഡോക്ടർ അനീമിയോ എന്താണ് അത് അറിയുവാനായിട്ട് അവനൊരു ഈഗർനെസ്, അല്ലേ? അത് അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ദീദി ഏക് സവാൽ പൂച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സവാൽ അർത്ഥം എന്താണ്? സവാൽ ക്വസ്റ്റ്യൻ. നമ്മള് സാധാരണ പ്രശ്ന ഔർ ഉത്തര പറയുന്നത്, അല്ലെ? പ്രശ്ന ഔർ ഉത്തർ. സവാൽ മീൻസ് എന്താ? ക്വസ്റ്റ്യൻ എന്ന വാക്കിന്റെ മറ്റൊരു വാക്കാണ് ഏത്? സവാൽ, അല്ലെ? സവാൽ പൂച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ക്യോ നഹി, ഡോക്ടർ ദീദിനെ കഹാ. ഉടനെ ഡോക്ടർ പറഞ്ഞു, ചോദിച്ചോളൂ, നിനക്ക് എന്താണ് ചോദിക്കാനുള്ളത്, ചോദിച്ചോളൂ എന്ന് അനിലിനോട് ഡോക്ടർ പറഞ്ഞു. എനീമിയ സേ ആപ്കാ ക്യാ മത്ലബ് ഹേ ദീദി, ഉസ്നെ പൂച്ച. എനീമിയ എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചത്? എന്താണ് മത്ലബ്? മീൻസ് മത്ലബ് എന്താണ്? അർത്ഥം. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് എനീമിയ എന്നാൽ എന്താണ് എന്ന് ഡോക്ടറിനോട് അനിൽ ചോദിച്ചു. यह जानने के लिए तुम्हें रक्त के बारे में जानना होगा. ഡോക്ടർ ഉടനെ പറഞ്ഞു,
നിനക്ക് ഇപ്പോ അനീമിയ എന്താണെന്ന് അറിയണം. പക്ഷേ ഈ അനീമിയ എന്താണെന്ന് അറിയണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം അറിയണം. എന്താണ് അറിയേണ്ടത്? രക്തക്കെ ബാരമേ ജാനാ ചാഹിയേ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ കുറിച്ച് നമ്മൾ അറിയണം. ബ്ലഡ് എന്താണ്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ പ്രത്യേകത എന്താണ്, ബ്ലഡിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഡോക്ടർ ദീദിനെ കഹാ ഫിർ ബോലി എന്നിട്ട് പറഞ്ഞു, അനിൽ देखने में रक्त लाल द्रव के समान दिखता है. അനിൽ, നമ്മൾ കാണുമ്പോൾ എന്താ, രക്തം ഒരു ചുവന്ന കളറിലുള്ള വെള്ളമാണ് അല്ലേ, ചുവന്ന കളറിലുള്ള ഒരു ദ്രാവകം അല്ലേ, അതാണ് ബ്ലഡ്. നമ്മൾ ബ്ലഡ് കാണുന്ന ഏത് കളറിലാണ്? റെഡ് കളറിലാണ്. അപ്പോൾ ഈ റെഡ് കളറിലുള്ള ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു ദ്രാവകമായിട്ടാണ് നമ്മൾ ബ്ലഡ് കണ്ടിട്ടുള്ളത്. കിന്തു ഇസേ സൂക്ഷ്മദർശി ദ്വാര ദേഖേം തോ യഹ് ഭാനുമതി കെ പിട്ടാരെ സെ കം നഹി. എന്നാൽ ഇതിനെ നമ്മൾ സൂക്ഷ്മദർശി, സൂക്ഷ്മദർശി എന്താണ്? മൈക്രോസ്കോപ്പ്. സൂക്ഷ്മദർശി ദ്വാര, അതായത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഭാനുമതിക്ക പിട്ടാര കണ്ണി, ഇവരുടെ വൈഭവം, ഈ ബ്ലഡിനകത്തുള്ള കണ്ടന്റ് നമ്മൾ ഭയങ്കര എന്താണ്, കേമിയാണെന്ന് പറയില്ലേ, അത്രയും വളരെ വൈഭവം, അതായത് വളരെ കഴിവുകൾ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടാൽ കടുകുമണിയുടെ അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയത്തില്ലേ, കാന്താരിയെ കുറിച്ചൊക്കെ പറയുമല്ലോ, ചെറിയ കണ്ടാൽ കുഞ്ഞി മുളകാണ്, പക്ഷെ എന്താ ഭയങ്കര എരിവാണ്. അതേപോലെ ഈ ബ്ലഡ് നമ്മൾ കണ്ടാൽ ഇത് ചുവന്ന ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു ദ്രാവകം. പക്ഷേ അതിന് നമ്മൾ സൂക്ഷ്മദർശിയിലൂടെ നോക്കുമ്പോഴാണ് ഇതിന് എത്ര കാര്യങ്ങളാണ്, എന്താണ് ബൃഹത്തായ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്, എന്തോരം കണ്ടന്റ് ആണ് ഇതിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോട്ടേ തൗർ പർ ഇസ്കെ ദോ ഭാഗ് ഹോത്തെ ഹൈ. മോട്ടേ തൗർ മീൻസ് എന്താ? പ്രധാനമായും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു, പക്ഷെ പ്രധാനമായിട്ടും ഇസ്കെ ദോ ഭാഗ് ഹോത്തെ ഹൈ. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ദോ ഭാഗ് ഹോത്തെ ഹൈ. एक भाग वह जो तरल है जिसे हम प्लाज्मा कहते हैं. ഒരെണ്ണം തരൾ. തരൾ മീൻസ് എന്താ? കൊഴുത്ത ഭാഗം. ബ്ലഡിലെ കൊഴുത്ത ഭാഗം. തരൾ ഭാഗം മീൻസ് കൊഴുത്ത ഭാഗം. നമ്മൾ ബ്ലഡ് താഴേക്ക് നമ്മുടെ കയ്യോ കാലോ കൊണ്ട് മുറിഞ്ഞ് കഴിഞ്ഞ് ബ്ലഡ് താഴെ വീണാൽ ഇച്ചിരി സമയം കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗം കട്ടിയായിട്ടിരിക്കുന്ന കാണാം. ബ്ലഡിൽ തന്നെ ചില എന്താണ് കട്ടിയായിട്ടുള്ള ഭാഗങ്ങൾ കാണും. അപ്പോൾ ബ്ലഡിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കൊഴുത്ത ഭാഗം, അതിലെ വഴുവഴുപ്പുള്ള ഭാഗം, അതിനെ പറയുന്നത് എന്താണ്? പ്ലാസ്മ. എന്താ പറയാ? പ്ലാസ്മ. मोटे तौर पर इसके दो भाग होते हैं. एक भाग वह जो तरल है जिसे हम प्लाज्मा कहते हैं. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മളിപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്ര ഡീപ്പായിട്ട് ബ്ലഡിനെ കുറിച്ചോ അസുഖങ്ങളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് അല്ലേ. നമ്മൾ ഈ ഡെങ്കി ഫീവർ ഒക്കെ വരുമ്പോഴത്തേക്ക് പറയും പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ, പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലഡിൽ കൗണ്ട് കുറവാണ്, അതുകൊണ്ട് എന്താ മാതള നാരങ്ങ, മുന്തിരി ഇതൊക്കെ കഴിക്കണമെന്ന് പറയും, ഇലക്കറികളൊക്കെ കഴിക്കണമെന്ന് പറയും. അപ്പൊ ഇവിടെ ബ്ലഡിലെ പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ, അതിൽ ഒരു ഭാഗം കൊഴുത്തൊരു ഭാഗം, തരളമായ ഭാഗം, അതിനെ വിളിക്കുന്ന പേര് പ്ലാസ്മ എന്നാണ്. ദൂസര വക് ജിസ്മേ छोटे बड़े कई तरह के कण होते हैं. कुछ लाल, कुछ सफेद और कुछ ऐसे जिनका कोई रंग नहीं, जिन्हें बिंबाणु या प्लेटलेट कण कहते हैं. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലഡില് ചെറുതും വലുതുമായിട്ട് അനേകം കണങ്ങളുണ്ട്. അതായത് ആ രണ്ടാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു വഴുവഴുപ്പുള്ള ഭാഗം, തരളമായ ഭാഗം, കൊഴുത്ത ഭാഗം, അതാണ് പ്ലാസ്മ. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ ഭാഗത്തില് പിന്നെയും എന്താണ്, ലാൽ റെഡ് കളറിലുള്ളതുണ്ട്, സഫേദ് വൈറ്റ് കളറിലുള്ളതുണ്ട്, പിന്നെ കളർ ഇല്ലാത്ത കണങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടി പറയുന്ന പേര് ബിംബാണു യാ പ്ലേറ്റ്ലെറ്റ് എന്നാണ്. അപ്പോൾ രക്തത്തിന് മെയിൻ ആയിട്ട് രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് പ്ലാസ്മയും ഒന്ന് പ്ലേറ്റ്ലെറ്റും. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ കൊഴുത്ത ഭാഗം, തരളമായ ഭാഗം. ബിംബാണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലാൽ, റെഡ്, സഫേദ്, വൈറ്റ്, പിന്നെ രംഗരഹിത് കളർ ഇല്ലാത്ത കണം, ഇതെല്ലാം കൂടി ചേർന്നുള്ള ഭാഗമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഏ കണ് പ്ലാസ്മ में तैरते रहते हैं.
ഈ കണങ്ങൾ, അതായത് ഈ പ്ലേറ്റ്ലെറ്റ് ബിംബാണു, പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ബിംബാണു എന്ന കണം പ്ലാസ്മയിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്മയാണ് ഏത്? ബ്ലഡിലെ കൊഴുത്ത ഭാഗം. ആ കൊഴുത്ത ഭാഗത്തിലാണ് ഈ റെഡ് കളറിലുള്ള കണങ്ങളും വൈറ്റ് കളറിലുള്ള കണങ്ങളും കളർ ഇല്ലാത്ത കണങ്ങളും ഇതിനെ കൂടെ ചേർത്ത് പറയുന്നത് എന്താണ്? പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ബിംബാണു. ഈ ബിംബാണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മയിൽ ഇങ്ങനെ എന്താണ്? നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്മയിൽ നിറഞ്ഞിരിക്കുന്ന കണങ്ങളാണ് ഈ പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ബിംബാണു എന്ന് പറയുന്നത്. इतना कहकर डॉक्टर दीदी ने सूक्ष्मदर्शी के नीचे एक स्लाइड लगाई, उसे फोकस किया और बोली. എന്നിട്ട് പറഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിന്റെ താഴേക്ക് നേരത്തെ ടെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു ഒരു സ്ലൈഡ്. സ്ലൈഡ് മിസ് പറഞ്ഞു എന്താണ്? ഒരു പീസ് ഓഫ് ഗ്ലാസ് അല്ലേ? ആ ഗ്ലാസ് എടുത്ത് വെച്ചു. നേരത്തെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് ഒഴിച്ചു വെച്ചിരുന്ന ആ ഗ്ലാസ്, ആ ചില്ല് ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അതിന്റെ പീസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അനിലിനോട് പറഞ്ഞു, ദേഖോ അനിൽ, ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ. അനിൽ ഇങ്ങോട്ട് വന്ന് നോക്കൂ, എന്താണ്? सूक्ष्मदर्शी द्वारा जो कण तुम्हें दिखाई दे रहे हैं ये है लाल रक्त कण. സൂക്ഷ്മദർശിയിലൂടെ നീ ഇപ്പൊ കാണുന്നില്ലേ, ഈ കണത്തിന് പറയുന്ന പേരാണ് റെഡ് ബ്ലഡ് സെൽ. എന്താണ്? ലാൽ രക്ത കണം. ലാൽ രക്ത മീൻസ് എന്താ? ലാൽ എന്താ? റെഡ്. റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നതാണ് ഈ ചുവന്ന രക്തകണങ്ങളാണ് ഇപ്പൊ കാണുന്നത്. ഈ രക്തത്തില് ഈ സ്ലൈഡിലൂടെ, സൂക്ഷ്മദർശിയിലൂടെ ഈ സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്ന കണങ്ങളെയാണ് എന്ത് പറയുന്നത്? റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നതെന്ന് അനിലിനോട് ഡോക്ടർ പറഞ്ഞു. സ്ലൈഡ് ദേഖ് മാനോ ആശ്ചര്യ സെ ഉജ്ജൽ പടാധാനി. അനിൽ ഇങ്ങനെ വന്നു മൈക്രോസ്കോപ്പിലൂടെ. ഇതിനകത്ത് പടം കൊടുത്തിട്ടുണ്ട് കണ്ടോ? മൈക്രോസ്കോപ്പിലൂടെ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്ന പടം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ അനിലും വന്ന് ആ സൂക്ഷ്മദർശി മൈക്രോസ്കോപ്പിലൂടെ ബ്ലഡിന്റെ ടെസ്റ്റ് അത് നോക്കുന്ന സമയത്ത് അവൻ അത്ഭുതപ്പെട്ടു പോയി. രക്തത്തിൽ ഏക് ബൂന്ദ് മേ ഇത്രേ സാരേ കൺ. രക്തത്തിന്റെ ഒരു ഡ്രോപ്പില് ഇത്രയും കണങ്ങളോ? അവൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ നോക്കുമ്പോഴെന്താണ്? ഒരു ചുവന്ന ദ്രാവകം, നമ്മുടെ കൈ മുറിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ വരുന്ന ഒരു ചുവന്ന ദ്രാവകം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ബ്ലഡിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇതിപ്പോ സൂക്ഷ്മദർശി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോ എന്താ കാണുന്നത്? ഒരു തുള്ളി രക്തത്തിൽ ഇത്രയധികം കണങ്ങളോ? അവൻ അത്ഭുതപ്പെട്ടു പോയി. അവന് ചിന്തിക്കാൻ അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. वह बोला, इन्हें देखकर तो ऐसा लग रहा है मानो बहुत सी छोटी छोटी बालूशाही लगी रही हो. അപ്പോ അവന് പെട്ടെന്ന് എന്താ തോന്നിയത്? അവന് സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു തുള്ളി ബ്ലഡാണ് വീഴുന്നത്. നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ ഒക്കെ കണക്ക് പറയുന്നത് ഒരു എത്ര മില്ലി രക്തത്തിൽ എങ്ങനെയാണ് 3 ലക്ഷത്തിലധികം പ്ലേറ്റ്ലെറ്റിന്റെ കണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ അനിൽ ഈ സൂക്ഷ്മദർശി മൈക്രോസ്കോപ്പിലൂടെ ഇത് നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അവൻ വിചാരിക്കുകയാണ് ഈ ബ്ലഡിൽ, ഒരു തുള്ളി ബ്ലഡിൽ ഇത്രയധികം കണങ്ങളോ? എന്നിട്ട് എന്താണ് ചിന്തിച്ചത്? അവൻ തോന്നി എന്താണ്? ഈ നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാറില്ലേ? ഇതിനകത്ത് കടം കൊടുത്തിട്ടുണ്ട് കണ്ടോ? റെഡ് ബ്ലഡ് സെൽസ് ആണ്, അതായത് ചുവന്ന രക്താണുക്കളുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ ചുവന്ന മിഠായി, നമ്മുടെ റെഡ് കളറിലുള്ള ഉഴുന്നുവടയുടെ ഷേപ്പില്, പലഹാരത്തിന്റെ ഷേപ്പില് ഒരു ഷേപ്പാണ് ഈ റെഡ് ബ്ലഡ് സെൽസിന് അതിനകത്ത് അവന് കാണാൻ സാധിച്ചത്. അവന് തോന്നി ऐसा लग रहा है मानो बहुत सी छोटी छोटी बालूशाही लगी है. ഒരുപാട് ഈ വടകൾ അല്ലെങ്കിൽ ഏതോ ഒരു സ്വീറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണോ എന്ന് അവന് തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പാഠങ്ങൾ പേജ് നമ്പർ 35ഉം 36ലും ആ പഠിച്ച പാഠത്തിന്റെ നമ്മൾ ഇന്ന് പഠിച്ച പേജുകൾ നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഹാർഡ് വേർഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. 2 തവണ എഴുതി പഠിക്കുക. എന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് വായിച്ചാൽ ബുദ്ധിമുട്ടുള്ള വേർഡ്സോ അല്ലെങ്കിൽ മീനിങ്സ് മനസ്സിലാകാത്ത വേർഡ്സോ ഉണ്ടെങ്കിൽ മിസ്സിന് ചോദിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ് നിർത്താം. താങ്ക് യു.